രാവിലെ തന്നെ എന്ത് വെയിലാണല്ലേ നമ്മുടെ കേരളത്തിൽ. ഇതിപ്പോൾ 10:30 മണിയെങ്ങാനേ ആയുള്ളൂ, പക്ഷെ കണ്ട നട്ടുച്ച എന്നേ പറയൂ അല്ലേ. വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണിക്കൊന്ന നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ നമ്മുടെ കളക്കോയ്ക്കുഞ്ഞുങ്ങളാണ്. ഇന്നലെ ഇതിന് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചു കൊടുത്തത്. രാവിലെ നോക്കുമ്പോൾ ആ വെള്ളത്തിൽ മുങ്ങിയിട്ടോ നനവ് തട്ടിയിട്ടോ എന്താണ് അതിലൊരു കോഴിക്കുഞ്ഞ് അതിൽ ചത്തെടുക്കുന്നുണ്ട്. ആ ഒരു പിങ്ക് കോഴിക്കുഞ്ഞാണ്, അതാണ് അതിൽ ആ ഒരു പിങ്ക് കളർ. അത്യാവശ്യം നല്ല വേസ്റ്റും കാര്യങ്ങളും രാവിലത്തേക്ക് അതാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈവനിങ് നന്നായിട്ട് ക്ലീൻ ആക്കിയതാണ്. രാവിലത്തേക്ക് നന്നായിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെനക്കെട്ട് നന്നായിട്ടൊന്ന് നീറ്റാക്കി എടുത്തു. പിന്നെ കോഴിക്കുഞ്ഞ് ചത്തോണ്ട് തന്നെ കൂടും ഒന്ന് നന്നായിട്ട് കഴുകി നന്നായിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിയെ ഉച്ചൻ്റെ വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സമയം 1:30 ആയപ്പോൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ചിന് നമ്മുടെ പൊന്നരി ചോറും അതുപോലെ തന്നെ മീൻകറിയും മുട്ട ഓംലേറ്റും പിന്നെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടിയതുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഉണ്ടായത്, പിന്നെ ആ ഒരു അച്ചാറുണ്ടായിരുന്നു, നല്ല നാരങ്ങയുടെ അച്ചാറും, പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി നല്ല ആസ്വദിച്ച് കഴിച്ചു. ഇപ്പോൾ ഒരു മാസം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോറ് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ബിരിയാണി കിട്ടുന്നതിനേക്കാളും ഭയങ്കര ഫീൽ തോന്നുന്നു. ചോറ് കഴിക്കുമ്പോൾ ഞാൻ ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസം ഈ ചോറൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ വെറും ഒരു ചോറും മീൻകറി ആണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പം പെട്ടെന്ന് അങ്ങനെ മഴ പെയ്തു. മഴ എന്ന് വെച്ചാൽ 10 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇങ്ങനെ വലിയ ഡ്രോപ്സൊക്കെ ആയിട്ടുണ്ട് വീണിട്ടുണ്ടായത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ അതങ്ങ് പോയി. അങ്ങനെ പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റംസ് കണ്ടപ്പം ഒന്ന് കോർത്ത് തലയിലൊക്കെ കുത്താണെന്ന് തോന്നി. കാരണം ഇപ്പോൾ കുറേ ആയി മുല്ലപ്പൊക്കെ കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഒരു പണ്ടേ ഒരു 10-15 വർഷം പിറകിലോട്ടേക്ക് പോയി. അങ്ങനെ അതൊന്ന് കോർത്തെടുത്തു. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഇതിൻ്റെ ആ ഒരു വൺ സൈഡുള്ള ഒരു ഇതിപ്പോൾ 2 ആയിട്ടല്ലേ ഞാൻ പിടിച്ചിട്ടുള്ളത്. അതിലുള്ള വൺ സൈഡുള്ള ആ ഒരു വണ്ണത്തിന് ഞാൻ കഴിഞ്ഞ പെരുന്നാളിൻ്റെ ടൈം ഞാൻ സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വെറും 100 രൂപ, വെറും എന്നല്ല 100 രൂപകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പീസിന് മാത്രം. അപ്പോൾ എനിക്ക് ഈ മുല്ലപ്പൂ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഞാൻ തലയിലൊക്കെ വെച്ചൊന്ന് കുത്തി